ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പച്ചമാങ്ങ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞിട്ടുള്ളത്, പിന്നെ കുറച്ച് വേപ്പിലയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഞാനിപ്പോൾ തൊലി കളയാതെ ഇതേപോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്കായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. സൺഫ്ലവറിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉലുവ ഒരു 5-6 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ പച്ചമുളകും ചെറിയുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. 10-12 ചെറിയുള്ളി പിന്നെ 2 പച്ചമുളകാണത്, അതുകൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. നമുക്കിത് ബ്രൗൺ കളറൊന്നും ആകണ്ട. നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്, ഇത്ര മതി. നമുക്കിനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എരിവുള്ള മുളക് പൊടി ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ എന്നുള്ളത് 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എരിവ് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ കറികളിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. നന്നായിട്ടൊന്ന് തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിനി ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്തേക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം.
അതിനുശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് കുറുകി പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാനായിട്ടും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ചാറ് കറക്റ്റാണ്. ഇനി ഇരുന്ന് കഴിഞ്ഞ് ഒന്ന് കുറുകുകയും ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേപ്പിലും കൂടി ഇതിന് മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത്രയും ചാറുള്ളതെന്ന് നോക്കണ്ട, ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ കറി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.